ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന് വേണ്ടി സൈനുൽ ആബിദീൻ നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ വരുമ്പോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. 14-ാം നിലാവ് പോലെ തിളങ്ങി നിൽക്കുന്ന പൂവതലത്തിന്റെ ഉടമ, സുഗന്ധപൂരിതമായ ശരീരകാന്തിയുള്ള ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ, കാരണം റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു അൻഹും. അങ്ങനെ കടന്നു വരുന്നു. ഹജറുൽ അസ്വദ് വളരെ നിഷ്പ്രയാസം, ഒരു പ്രയാസമില്ലാതെ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ എന്ന റസൂലുള്ളാഹിന്റെ പേരക്കിടാവ് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ ആളുകളൊക്കെ ഈ തിരക്കൊക്കെ മാറ്റിക്കൊടുത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ വന്ന ഒരാൾ രാജകുമാരനാകുന്ന ഹിശാമിനോട് ചോദിച്ചുവത്രേ, ആരാണ് ജനങ്ങൾ ഇത്ര മാനിക്കുന്ന ഈ മനുഷ്യൻ? ജനങ്ങൾ ഇത്ര വലിയ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? എല്ലാവരും അത്ഭുതം കൂറിയപ്പോൾ ഹിശാം പറഞ്ഞു, എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു. സത്യത്തിൽ ഹിശാമിനെ അറിയാനിട്ടല്ല, പക്ഷേ താൻ ഒരു രാജകുമാരനായിരുന്നിട്ടും ഈ ജനങ്ങളോട് തിക്കും തിരക്കും കൂടിയിട്ടാണ് പരിശുദ്ധ ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞത്. എന്നാൽ ഇദ്ദേഹം വരുമ്പോ ആളുകളൊക്കെ മാറിക്കൊടുക്കുകയാണ്. ഒരു പ്രയാസമില്ലാതെ പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദിലേക്ക് വരുന്നു, അത് മുത്തുന്നു, ഇത് തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹിന്റെ പേരക്കിടാവാണ്, പേരക്കുട്ടിയാണ് എന്ന് വിവരം അറിയാനിട്ടല്ല, ജനങ്ങൾക്കുള്ള ജനപിന്തുണയിലെ ഒരു ചെറിയ നീരസം, അതുകൊണ്ടാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. ആരാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കൂട്ടത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കിയ കൂടെയുള്ള കവിയാകുന്ന ഫറസ്ദഖ് പറഞ്ഞു, എനിക്കറിയാം അദ്ദേഹത്തെ, ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പാടാൻ തുടങ്ങി. അറബി കവിതയിൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. هذا بن خير عباد الله كلهم هذا التقي النقي الطاهر العلم إذا رأته قريش قال قائلها إلى مكارمها لا ينتهي الكرم هذا بن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا ما قال لا قط إلا في تشهده لولا التشهد كانت لاؤه نعم من يعرف الله يعرف أولية ذا والدين من بيتها ذا ناله الأمم. കവിയല്ലേ, അറബി കവിയല്ലേ, എനിക്കറിയാം ഈ ആരാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഓൺ ദ സ്പോട്ട് നിമിഷാർത്ഥം കൊണ്ട് അങ്ങ് പാടി പുകഴ്ത്തി പറഞ്ഞു കൊടുത്തു, ഇതാരാള്, എനിക്കറിയാം ആരാണെന്ന്. എനിക്കറിയാം ഇദ്ദേഹമാരാണ്. ഭൂമിയുടെ ഉപരിതലം മുഴുവനും അറിയുന്ന, എല്ലാവർക്കും അറിയാവുന്ന, ഹറമിലെ ആളുകളും ഹറമിന് പുറത്തുള്ള ആളുകളും എല്ലാവരും അറിയുന്ന ആളാണ് ഇദ്ദേഹം. അല്ലാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോനാണിത്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. തഖ്വയുള്ള വിശുദ്ധനായ പരിശുദ്ധനായ ഉന്നതസ്ഥാനീയനായ ആളാണ് ഇദ്ദേഹം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഖുറൈശികൾ ഇദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? പറയുന്നവരാരും പറയും, എല്ലാ നന്മകളുടെയും മടക്കസ്ഥാനം ഈ തറവാട്ടിലേക്കാണ്, ഈ കുടുംബത്തിലേക്കാണ്. നിങ്ങൾക്കറിയില്ല ഇതാരാണെന്ന്, ഇത് ഫാത്തിമയുടെ മോനാണ്. അറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ. അറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ, ഇദ്ദേഹത്തിന്റെ വല്ലിപ്പ പ്രവാചക പരമ്പരയുടെ അവസാന കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ കുടുംബത്തിന്റെ സ്വഭാവം എന്നറിയോ? ലാ എന്ന് പറയുന്ന സ്വഭാവമില്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇല്ല നോ എന്ന് പറയുന്ന സ്വഭാവമില്ല. മനസ്സിലാക്കണം, നമ്മൾ പരസ്യൊക്കെ പാടുക എന്ത് കാര്യം ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്ന സ്വഭാവം ഇവർക്കില്ല. എല്ലാത്തിനും യെസ് യെസ്. എവിടെ ലാ പറയവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമയിൽ ലാ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് പറയാണ്. ഷഹാദത്ത് കലിമയിൽ ലാ ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ വാക്ക് മുഴുവനും നഅം നഅം യെസ് യെസ് അതെ അതെ എന്നാകുമായിരുന്നു. ഏത് പാവപ്പെട്ടവനും ചോദിച്ചാലും ഇവർക്കൊന്നുമില്ല അറിയില്ല, കൊടുക്കല്ലേ, വാങ്ങിച്ചു കൊടുക്കല്ലേ. അങ്ങനത്തെ കുടുംബമാണ്. അള്ളാനെ അറിയുന്നവർ അടുത്ത് അറിയുന്നത് ഈ കുടുംബത്തെയാണ്, ഇവരെയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം അള്ളാഹു അവന്റെ പേര് കഴിഞ്ഞാൽ പറയുന്നത് നബിയായ റസൂലുള്ളാഹിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുന്നവർക്കൊക്കെ ആകാം. ലോകത്തുള്ള എല്ലാ ഉമ്മത്തും എല്ലാ